കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോപ്പ്, അയർലൻഡ്, USA ആൻഡ് കാനഡ. കരീബിയൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും അത് ഇത്ര ബുദ്ധിമുട്ടായിരിക്കും, ഇത്രയ്ക്ക് പ്രശ്നക്കാരായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും എന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ അതിവിടെ വന്നപ്പോഴാണ് അങ്ങനെയൊക്കെ അല്ല, ഇത് കുറച്ച് പ്രശ്നങ്ങൾ നടന്ന സ്ഥലമൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ടർക്സ് ആൻഡ് കൈക്കോസ് എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥലത്ത് നിന്നും നമ്മൾ പോകാൻ പോകുന്നു നമ്മുടെ 82ാമത്തെ രാജ്യമായിട്ടുള്ള ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. DR എന്ന് പറയുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. DR എന്ന് പറയുന്നത് ശരിക്കും കരീബിയനിലെ ഏറ്റവും വലിയ ദ്വീപുകളിൽ ഒന്നാണ്. ക്യൂബയാണ് ഏറ്റവും വലിയ ദ്വീപ്. ക്യൂബ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദ്വീപുകളിൽ ഒന്നാണ് DR എന്ന് പറയുന്നത്. ഈ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ഈ ദ്വീപിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ഹെയ്ത്തി എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള സ്ഥലം നിൽക്കുന്നത്. അതായത് ഹെയ്ത്തി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഭയങ്കര കലാപവും അതേപോലെ തന്നെ ആഭ്യന്തര യുദ്ധവും അങ്ങനെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഭയങ്കര ക്രൈമും ഭയങ്കര പ്രശ്നങ്ങളും കൊലയും നടക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്ഥലമാണ് ഹെയ്ത്തി എന്ന് പറയുന്നത്. സൗത്ത് അമേരിക്കയിലെ വെനസ്വേലയും അതേപോലെ തന്നെ കുറച്ച് രാജ്യങ്ങളൊക്കെ വലിയ പ്രശ്നക്കാരാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ കരീബിയൻ ഇത്ര പ്രശ്നക്കാരനായിരിക്കും ഞാൻ കരുതിയില്ല. ശരിക്കും നമ്മൾ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്നൊക്കെ പറയുന്ന പോലെ കടൽ കൊള്ളക്കാരുടെ നാടായിരുന്ന ഈ സ്ഥലം കുറച്ച് പ്രശ്നക്കാരാണ്. പ്രത്യേകിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും അത് കുറേയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്ന് ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള നമ്മുടെ മലയാളികൾ പറഞ്ഞു തന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്റർനെറ്റിൽ വരുമ്പോഴത്തേക്കിനും സേഫായിട്ട് നടക്കുക, രാത്രിയിൽ വെളിച്ചമില്ലാത്തടത്ത് പോകാണ്ടിരിക്കുക, ഒറ്റപ്പെട്ട് നടക്കാതിരിക്കുക എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷേ അത് എത്രത്തോളം ക്രൈം ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. എന്തായാലും നമ്മൾ നമ്മുടെ 82ാമത്തെ രാജ്യത്തേക്ക് പോകാൻ പോകുന്നു. സോ വെൽക്കം ടു ഡൊമിനിക്കൻ റിപ്പബ്ലിക് ആൻഡ് വി ആർ ഗോയിങ് ഫ്രം ടർക്സ് ആൻഡ് കൈക്കോസ്. ഈ ടർക്സ് ആൻഡ് കൈക്കോസ് ഒക്കെ UK ഭാഗമല്ലായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ഒരു രാജ്യമായിട്ട് കണക്കാക്കാവുന്ന സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് നമുക്കിത് രാജ്യമായിട്ട് കണക്കാൻ പറ്റത്തില്ല. ദിസ് ഈസ് എ ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ബട്ട് ഡസൻ ലുക്ക് ലൈക്ക്, അല്ലേ? ഇറങ്ങട്ടെ, കാണാം. ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. എന്തായാലും താങ്ക് യു ഫോർ ദ ഫുഡ്. ഫിഷ് കറിയൊക്കെ സൂപ്പറായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിച്ചു. എന്തോരം ഫുഡ് കഴിച്ചു ഞാൻ. ശരി, അപ്പോൾ പോട്ടെ, ബൈ. നമ്മൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ പോകുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്യണം. നമുക്ക് ഒരു അറൈവൽ ഫോം എന്നും പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഞാനത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഫില്ല് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിനകത്ത് ജെൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നോക്കുമ്പോഴത്തേക്കിനും മെയിൽ ഫീമെയിൽ അല്ല കാണുന്നത്, മസ്കുലിൻ ഫെമിനൈൻ. അതായത് അത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പം എന്താ പറയുക, മസ്കുലിൻ അല്ലാത്ത ആൾക്കാർ അപ്പോൾ എന്ത് കൊടുക്കണം? അതെന്താ അത് ഭയങ്കര ഒരു മോശം സാധനമാണ്. എനിക്കറിയില്ല എന്താന്നുള്ളത്. നമ്മുടെ ജോബി ചേട്ടൻ്റെ കട ഇതുവരെ കണ്ടില്ലായിരുന്നല്ലോ. ഇതാണ് ജോബി ചേട്ടൻ്റെ കട എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് JD ഓട്ടോ പാർട്സ് എന്നും പറഞ്ഞുകൊണ്ട് കട കാണാൻ പറ്റും. ഇവിടെ ആൾക്കാരുടെ തോക്കൊക്കെ ഉണ്ടല്ലോ. പൊന്നെ, നിങ്ങളൊരു തോക്കൊക്കെ വാങ്ങിച്ചോട്ടോ. അയാളുടെ ആരെ തോക്കില്ലേ? അയാളുടെ പേഴ്സണൽ ഗണ്ണാണോ? അടിപൊളി. പൊന്നെ, ആൾക്കാർ തോക്കൊക്കെ ആയിട്ടാ നടക്കുന്നത്. ഹായ്. പുതിയ വണ്ടിയുടെയും പഴയ വണ്ടിയുടെയും സ്പെയർ പാർട്സ് ഇവിടെ ലഭിക്കുന്നതാണ് പുള്ളിക്ക്. ആണ് പുള്ളിയുടെ കച്ചവടം. പിന്നെ വണ്ടി കച്ചവടം. പുള്ളി എന്നാ പറഞ്ഞേ? ദൈവമേ, സമ്മതിക്കണം കേട്ടോ നിങ്ങൾ ഇവിടെ. ഇത് നമ്പർ പ്ലേറ്റാ ആണോ? ഇതോ നാട്ടിൽ ചെയ്തോണ്ടെന്നാണോ? അപ്പൊ ഇങ്ങനെയാണ്, ഇതിന്റെ അകത്താണോ ഇവിടെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യുന്നേ? ശരി, ഓക്കെ. സ്പെയർ പാർട്സോ? അത് ശരി. നൈസ്. ഇപ്പൊ നിങ്ങളപ്പം ഡൊമിനിക്കൻ DR വാങ്ങിക്കും. നമ്മളത് എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് റൺവേ. ദൂരെ ഒരു ചെറിയ ബിൽഡിംഗ്, അതിൽ 3-4 കുഞ്ഞു വിമാനങ്ങൾ കിടക്കുന്നു. അതാണ് എയർപോർട്ട്. ഇവിടെ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിൽ വരുന്നതിലും കൂടുതൽ ആൾക്കാർ പ്രൈവറ്റിലല്ലേ വരുന്നത്. പിന്നെ ഇവിടെ പിന്നെ ചെറിയ വിമാനങ്ങൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. വേറെ ഉണ്ട്? സാറ്റർഡേ സൺഡേ ആണോ? ഇനി ഒരു ഒക്ടോബർ എൻഡ് തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒരു 5 ജെറ്റ് ബ്ലൂ, 5 യുണൈറ്റഡ് സീസൺ ആവുമ്പോഴല്ലേ, അമേരിക്കൻ, എയർ കാനഡ ഉണ്ടാവും. എല്ലാം വന്നിറങ്ങില്ലേ. ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇല്ലാത്തത്. ഇപ്പൊ ഈ സീസൺ ഇനി വരും കേട്ടോ. ഇപ്പൊ വെതർ മാറിയില്ലേ, ഒറ്റ സെക്കൻഡ് മതി അവരെ ടിക്കറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, വെതർ നോക്കി ഹാർട്ട് ഇന്ന് ഫുള്ള് ഹാർട്ടിൽ അപ്പൊ ടിക്കറ്റ് പറഞ്ഞു മാറ്റില്ല അവർക്ക്. നിങ്ങൾ വരുന്നുണ്ടോ? ഇതിവിടെ പുറത്താണോ ചെക്കിൻ കൗണ്ടറൊക്കെ? ഇന്റർ കരീബിയൻ. ജെറ്റ് ബ്ലൂ. ജെറ്റ് ബ്ലൂ. ഇതെന്താണ് പ്രയോറിറ്റി ഒക്കെ ഇട്ടിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞിട്ട് ഇട്ടാണോ?
Eh? Yeah. You want to see the code, right? Yeah. Okay. Okay. Thank you so much. Yeah. അപ്പോൾ ഞാൻ നിങ്ങട്ടെ. ഞാനിവിടുത്തെ ആരാണെന്നറിയാം. ഞാനിവിടുത്തെ ആരാണെന്നറിയാം. ആരാ? ഇവരൊക്കെ നോക്കുന്നത് ഞാനായിരുന്നു. ഇവരൊക്കെ നോക്കുന്നത് ഞാനായിരുന്നു. ഓ നിങ്ങൾ ആദ്യം ഇന്റർ കരീബിയനിലാണല്ലോ വർക്ക് ചെയ്തോണ്ടിരുന്നത് അല്ലേ? അവരുടെ ബോസായിരുന്നു. ഓക്കെ, അത് ശരി. എത്ര വർഷം ഉണ്ടായിരുന്നു? 13 വർഷം. 13 വർഷം ഇന്റർ കരീബിയനിലോ? കമോൺ മാൻ. ഞാൻ ഈ കമ്പനിയുടെ താഴ്ചയിൽ ഉയർച്ചയിൽ വന്നത് ആക്കിയിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ്. അത് ശരി. ഓക്കെ ഗൈസ്, ഇവിടെയും ഇമിഗ്രേഷനും പരിപാടികളൊന്നുമില്ല. നമ്മൾ നേരെ ബാഗ് കൊടുക്കുക, സെക്യൂരിറ്റി ചെക്ക് കഴിയുക, അകത്ത് കയറി വരിക. കയറി വരുമ്പോൾ ഈ കാണുന്ന ഈ 3 ഗേറ്റ് ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ള എയർപോർട്ട്. എൻ്റെ അമ്മയെ, ഇത് ശരിക്കും നമ്മുടെ ലക്ഷദ്വീപ് എയർപോർട്ടിൻ്റെ അത്രയും വലിപ്പമുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൂ. ഇതിനകത്ത് 2-3 കടയൊക്കെ ഉണ്ട്. വേറെ സംഭവമൊന്നുമില്ല. ഒരു ചായക്കടയുണ്ട്, പിന്നെ ഒരു റെഡി ടു ഗോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സാധനമുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ സ്റ്റോറും ഉണ്ട്. വേറെ കുച്ച് നഹിയേ. അടിപൊളി. എൻ്റെ ദൈവമേ, സുവനീർ വാങ്ങിച്ചില്ലായിരുന്നു. ഇത് വളരെ കുഞ്ഞ് എയർപോർട്ടാണ് കേസ്. നോക്കി, ഇത്രേ ഉള്ളൂ. ചെറിയൊരു എയർപോർട്ട്. ചൂട് കൂടുതലായതുകൊണ്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണെന്ന് തോന്നി ഈ കാണുന്ന സാധനം. പുറത്ത് ഭയങ്കര ചൂടാ. ആഹാ, ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നോ? ഇത് ഞാൻ എപ്പോഴാണ് അറിഞ്ഞ കേട്ടോ. അടിപൊളി. താഴെ ഇത്ര വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. ഇതിന്റെ മേളിൽ ഇവിടെ ബാറ് രാവിലെ ആൾക്കാരൊന്നും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നാലും നമുക്ക് വിമാനം കാണാം. വിമാനം കാണാൻ പറ്റുമോ? വാവ്, ഇത് സെറ്റപ്പ് ആണല്ലോ. പക്ഷെ എൻ്റെ അമ്മേ, ഇത് പൊളിച്ച്. ഞാൻ ഇത്ര നേരം താഴെ ഇരിക്കുകയായിരുന്നു. ജോബ് ചേട്ടൻ മെസ്സേജ് അയച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമാണോ ഞാൻ അറിഞ്ഞത്. ഇതെല്ലാം ബാറാണല്ലോ ഗൈസ്. ഇവിടെ ബാർ, അവിടെ ബാർ, മൊത്തത്തിൽ ബാറ്. അത് വിളിച്ചിട്ടാ നമുക്ക് ഇന്റർ കരീബിയന്റെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നു. ഇതുപോലെ ഏതോ ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അത് ഇന്റർ കരീബിയന്റെ വേറൊരു സാധനം. ഇന്റർ കരീബിയന്റെ ATR ഉണ്ട്, എംബ്രയർ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന എംബ്രയറിലാണ്. ഇന്ന് നമ്മൾ ഏതിലാണ് പോകുന്നത് എനിക്ക് അറിയത്തില്ല. ATR ആയിരിക്കും, അറിയില്ല. വരുമ്പോൾ നോക്കാം. ഇവിടെ ഒത്തിരി വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഓ വാ, ഇവിടെ ഉണ്ടല്ലോ ഒരു ഡ്യൂട്ടി ഫ്രീ. പക്ഷേ ഇത് ഞാൻ താഴെ ഇരുന്നപ്പോൾ കണ്ടില്ല കേട്ടോ. ഞാൻ താഴെ ഞാൻ സോനിയർ വാങ്ങിച്ചു. ഇവിടെ നല്ല അടിപൊളി സോനിയർ വേറെ ഉണ്ടായിരുന്നു. ആഹാ, വീട്ടിലെ കടാ. ഗോൾഡ് സ്മിത്ത് എന്നും പറഞ്ഞൊരു കട ഇവിടെ ഉണ്ട്. ഫ്രം തമിഴ്നാട്? No. You're playing Tamil songs? Yeah, my friend list. Okay. You're from Punjab? No, Gujarat. Gujarat? Where in Gujarat? Vadodara, okay. Yeah, I've been to Vadodara many times. I'm from Kerala. Are you from Kerala? Yeah, my cousins are there in Manjalpur. Oh yeah, that's my nearby place. Okay, yeah. See you. നമ്മൾ പോകുന്നത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലായ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ടൗൺ ആയ സാന്റോ ഡൊമിംഗോയിലേക്കാണ്. നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ വിമാനത്തിൽ കയറാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്തവണ ATR വിമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ATR ആണ്. നമുക്ക് ബാക്കിൽ കൂടെ ആയിരിക്കും നമ്മൾ കയറുന്നത്. നമ്മളിങ്ങനെ എന്താ പറയുക, ബോർഡിംഗ് പാസ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇത് ഇങ്ങനെ നടന്നു പോകണം. ഇതാണ് ഒരു ഗേറ്റ്. ഇത് ഗേറ്റ് 4, ഇതിനപ്പുറത്ത് ഗേറ്റ് 5. അങ്ങനെയാണ് പരിപാടി. എന്തല്ലേ, എങ്ങനെയൊക്കെയല്ലേ ഓരോ നാട്ടിലെ എയർപോർട്ട്. ഇങ്ങനെ എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും പല പല സംഭവങ്ങളല്ലേ കാണാൻ കിടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വിമാനത്തിൽ കയറുന്നത് കേട്ടോ. അയ്യോ, ഇവിടെ മൊത്തം ഇന്റർ കരീബിയന്റെ കളികളാണ് കേട്ടോ. ഇന്റർ കരീബിയൻ എന്ന് പറയുന്നത് നമ്മുടെ ജോബി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, സാധാരണ രീതിയിൽ ആരംഭിച്ച ഒരു വിമാന കമ്പനിയാണ്. അതിപ്പോ പടർന്ന് പന്തലിച്ച് വലുതായി കരീബിയൻ രാജ്യങ്ങളിലെ ഒരു ടോപ്പ് കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളിന്ന് പോകുന്ന വിമാനം. 27 വർഷം പഴക്കമുള്ള ATR വിമാനമാണിത്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ബാഗ് കയറ്റുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ബാഗേജ് കമ്പാർട്ട്മെൻറ്റും മറ്റു സംഭവങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ അടുത്ത രാജ്യം. Hi, how are you? It's your boarding pass. Yeah. Right, anywhere between 6 and 9, okay? Okay. എവിടെ വേണമെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു. സോ നമുക്കിപ്പുറത്തിരിക്കാം, ഇവിടെ ഇരിക്കാം. എൻ്റെ നമ്പർ C2A ആണ്. പക്ഷേ എവിടെ വേണം ഇരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇരുത്തി. ഇതാണ് നമ്മുടെ വിമാനം. ഇതിൻ്റെ സീറ്റ് ഇങ്ങനെയാണ്. അങ്ങനെയല്ലേ, ATR വിമാനം ആയതുകൊണ്ട് കുറച്ചുകൂടെ വലുതാണ്. ഇവിടെ എല്ലാം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ വിമാനത്തിലൊക്കെ. ഇതിനകത്ത് തന്നെ ആകെ 10-15 പേരേ ഉള്ളൂ. മാഗസിന് ഇത് നമ്മൾ പോകുന്നത് സ്പാനിഷ് രാജ്യത്തേക്കാണ്. ഇത്ര നാൾ ഇംഗ്ലീഷ് ആയിരുന്നു, ഇനി സ്പാനിഷ്. Tire hacia abajo de las lengüetas rojas. Para inflar manualmente, soplar en los tubos rojos. അങ്ങനെ 27 വർഷം പഴക്കമുള്ള ATR വിമാനത്തിൽ നമ്മൾ ഇവിടുന്ന് സാന്റോ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഈ ഫ്ലൈറ്റ് അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. സംഭവം സീറ്റൊക്കെ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെ മുമ്പിൽ ആൾക്കാരെ ഇരുത്തുന്നത്, പുറകിൽ ആൾക്കാരെ ഇരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്താകെ 18 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ ബാഗൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മളെല്ലാവരും പുറകിലെടുത്തിരിക്കുന്നത്.
അങ്ങ് ദൂരെ കടലിൻ്റെ കളർ രണ്ടായിട്ട് കാണുന്നതുണ്ടോ നോക്കി. അതായത് ഒരു ഭാഗം കംപ്ലീറ്റ് ഒരു പച്ച കളറും പിന്നെ അങ്ങോട്ട് ഭയങ്കര ഡീപ് സീ ആയിട്ട് സാധാരണ കടലിൻ്റെ കളറൊക്കെ ആയിട്ട് കാണുന്നതുണ്ടോ. എന്താല്ലേ പ്രകൃതിയുടെ ഓരോ മായാജാലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. രക്ഷയില്ല കേട്ടോ. ശരിക്കും നമ്മളുണ്ടായിരുന്നത് ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ പ്രൗഡൻഷ്യാലിസ് എന്ന് പറഞ്ഞ ഇവരുടെ ഈ ഐലൻഡിലാണ്. ഇനി അങ്ങോട്ടൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് കണ്ടോ, അതാണ് കെയ്ക്കോസ് ഐലൻഡ് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ കണക്റ്റഡ് അല്ല. വേണമെങ്കിൽ അങ്ങോട്ടേക്ക് അവർക്കൊരു പാലമൊക്കെ പണിത് അങ്ങോട്ട് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവർ തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല. താഴെ കടലിൻ്റെ കളർ നോക്കി, എന്ത് ഭംഗിയെന്ന് നോക്കി കാണാനായിട്ട്. ഈ കാണുന്ന ദ്വീപുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ടാക്സ് ആൻഡ് കെയ്ക്കോസിൻ്റെ ഭാഗമായിട്ടുള്ള ദ്വീപുകളാണ് ഈ കാണുന്നതൊക്കെ. അവിടെ ഒരു ചെറിയൊരു റൺവേ ഉണ്ട്, അവിടെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് കണ്ടില്ലേ. പക്ഷെ അവിടെ കെട്ടിടങ്ങളോ വീടുകളോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണുന്നുമില്ല. എന്തോ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് അവിടെ. ഇത് ചിലപ്പോൾ പ്രൈവറ്റ് ഐലൻഡുകളൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ആരുടെയും വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉണ്ടല്ലേ. നോക്ക്, അപ്പോൾ താഴത്തെ കടലിൻ്റെ ഭംഗിയാണ് ഒരു രക്ഷയില്ലാത്തത്. എന്ത് രസമല്ലേ. നമ്മളിപ്പോൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ മേളിൽ കയറി കടലിലൂടെ കുറേ പറന്നു കഴിഞ്ഞ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ മേളിൽ കയറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു വലിയ ഐലൻഡാണ്. ക്യൂബ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കരീബിയൻസിൽ ഉള്ള അല്ലെങ്കിൽ ഈ ഹിസ്പാനിയോള എന്ന് പറഞ്ഞൊരു പ്രദേശത്തുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപാണ് ഈ കാണുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ രാജ്യം. ഇതും ഹൈറ്റിയും കൂടെ ആണ് ഒരു ഒറ്റ ഐലൻഡ്. അതായത് ഇതിൻ്റെ പകുതിയാണ് ഹൈറ്റി ഉള്ളത്. ഹൈറ്റിയുടെ 2 ഇരട്ടിയുണ്ട് ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ രാജ്യം. നമ്മൾ സാന്റോ ഡൊമിംഗോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരുടെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് സാന്റോ ഡൊമിംഗോ. ഇവിടെ നല്ല അമേരിക്കയിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. സ്പിരിറ്റ്, ജെറ്റ് ബ്ലൂ, അമേരിക്കൻ എയർലൈൻസ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്. അങ്ങനെ നമ്മൾ നമ്മുടെ 81ാമത്തെ രാജ്യത്തിലേക്ക് കാല് കുത്തുകയാണ്. ഡൊമിനിക്കൻ റിപ്പബ്ലിക് 81 82 82nd കൺട്രി. അടിപൊളി. ഗൈസ്, അങ്ങനെ വെൽക്കം ടു ഡൊമിനിക്കൻ റിപ്പബ്ലിക്, നമ്മുടെ 82ാമത്തെ രാജ്യത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാനങ്ങനെ നേരെ ഇമിഗ്രേഷനിൽ പോയിട്ട് ഇവിടെ ഒരു മനുഷ്യനും സ്പാനിഷ് അല്ലാതെ ഇംഗ്ലീഷ് പോലും ഒരു കുന്തം അറിയുകയല്ല ഗൈസ്. ഒന്നും അറിയത്തില്ല. അവരെന്നോടൊന്നും ചോദിച്ചില്ല, ഒരു കുന്തവും ചോദിച്ചില്ല. മനസ്സിലായില്ലേ? They didn't ask me anything because അവർക്ക് ചോദിക്കാനുള്ള ഭാഷ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒന്നും ചോദിച്ചില്ല. നമ്മൾ വരുമ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യണമായിരുന്നു. ആ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഹിയർ. പിന്നെ റിട്ടേൺ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചോദിച്ചില്ല. സോ വി ആർ ഹിയർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി ബാഗ് കളക്ട് ചെയ്ത് കസ്റ്റംസ് വഴി നമ്മൾ പുറത്തിറങ്ങി വരുന്നു. ഇവിടെ നമുക്ക് യൂബർ അവൈലബിൾ ആണ്. സോ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകണമെങ്കിൽ യൂബർ ബുക്ക് ചെയ്യാം. ഞാൻ അവിടെ നിന്ന് ഒരു $100 മാറി ഇവരുടെ ഡൊമിനിക്കൻ പെസോ കുറച്ച് വാങ്ങിച്ചു. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട്. കാരണം ഇവിടെ പെസോ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡോളറും യൂസ് ചെയ്യും. ഇവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ആൾക്കാരൊക്കെ കാത്തു നിൽക്കുന്നത് നോക്കൂ. ഓരോരോ ആൾക്കാരെ കാത്തു നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ? വലിയ വലിയ ഹോട്ടലിൽ നിന്നും ടൂർ ഗൈഡുമാരും ഇവരുമൊക്കെ ആൾക്കാരെ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഗൈസ്. ഇവരുടെ 100 പെസോ എന്ന് പറയുന്നത് നമ്മുടെ 143 ഇന്ത്യൻ രൂപയാണ് 100 പെസോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഐറാലോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സിം കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തായിരുന്നു. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന കരീബിയൻ ഐലൻഡുകളുടെ സിം ഇവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് പുറത്തുനിന്ന് നമുക്ക് സിം എടുക്കാം. ഇവിടെ നിന്ന് സിം എടുക്കണമെങ്കിൽ 10 GB 380 ഇവിടുത്തെ കറൻസി ഡൊമിനിക്കൻ പെസോ. ഡേറ്റ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഉബർ മാത്രമേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒരു ടാക്സി എടുക്കരുത്. ഇവിടെ നല്ല രീതിയിലുള്ള പറ്റീരും പരിപാടികളും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ഹൈത്തിക്കാരായിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ചധികം ക്രൈമും സംഭവങ്ങളും അങ്ങനെയുള്ള പല പല പരിപാടികൾ ഇവിടെ നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക്
ഉബർ സെലക്ട് ഉബർ സീ യു അറ്റ് ദ പിക്കപ്പ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ. ഉബറിൻ്റെ പിക്കപ്പ് സോണിലേക്ക് പോകാം. അത് ചൂടാണല്ലോ ഇവിടെ. നമ്മളെ പല ആളുകൾ പല രീതിയിൽ അപ്രോച്ച് ചെയ്യും. ഇതുവരെ ആരും അപ്രോച്ച് ചെയ്തില്ല. കാരണം ഇവിടെ അങ്ങനെ ഇന്ത്യക്കാരൊന്നും അങ്ങനെ വരുന്നതല്ല ഗൈസ്, മനസ്സിലായില്ലേ? പിന്നെ അമേരിക്കയിലും കാനഡയിലും ഒക്കെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും വരുന്നത്. സോ ഞാനിവിടെ ഒരു ഉബർ ബുക്ക് ചെയ്തു. ഇവിടെ നിന്ന് 26 കിലോമീറ്റർ പോകാനായിട്ട് $23, അതായത് ഏകദേശം 1000 എത്രയാണ് ഇവരുടെ കറൻസി വെച്ച് നോക്കുമ്പോഴത്തേക്കും 1500 DOP എന്ന് പറയുമ്പോൾ 2000 രൂപ വരും. 2000 രൂപയാണ് ഒരു അപ്രോക്സിമേറ്റ് വരുന്ന റേറ്റ് 26 കിലോമീറ്റർ പോകാനായിട്ട്. അത് ഭയങ്കര ചീപ്പാണ്. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഓർമ്മയുണ്ട്, ബോംബെയിൽ കൊടുത്ത $50, അതിൻ്റെ പകുതിയേ ഉള്ളൂ ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉബറിൽ മറ്റേ ഇതൊക്കെ ഉണ്ട്, പിൻകോഡൊക്കെ കൊടുക്കണം. അപ്പോൾ എനിക്കൊരു വൈറ്റ് ഹ്യുണ്ടായി സൊനാട്ട കാർ വരുന്നുണ്ട്. ഇവിടെ കാർ റെൻ്റലൊക്കെ അവൈലബിൾ ആട്ടോ. എല്ലാ കമ്പനികളുടെ കാർ റെൻ്റലും ഉണ്ട്. ആവിസ് 60 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. കാറൊക്കെ റെൻറ്റിന് എടുത്തിട്ട് പോകേണ്ടവർക്ക് കാറൊക്കെ റെൻറ്റിന് എടുത്തിട്ട് പോകാം. ഞാൻ എന്തായാലും കാർ റെൻറ്റിന് എടുക്കുന്നില്ല, കാരണം ഇവിടെ കാർ റെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉബർ ചീപ്പാണ്. അപ്പോൾ ഉബറാ സേഫ്. എന്തിനാ വെറുതെ കാർ റെൻറ്റിന് എടുത്ത് റിസ്ക് എടുക്കുന്നത് അല്ലേ? ഇവിടെ ഒന്നും വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ല കേട്ടോ. വണ്ടിയുടെ പുറകിൽ മാത്രമേ നമ്പർ പ്ലേറ്റ് ഉള്ളൂ. അത് പല സ്ഥലത്തും ഇപ്പം ഞാൻ എവിടേക്കോ പോയപ്പോൾ അമേരിക്കയിലെ ചില സ്റ്റേറ്റ്സിലൊക്കെ ചില സംസ്ഥാനങ്ങളിൽ ഞാൻ കണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവിടെ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ബാക്കിൽ നോക്കി വേണം നമ്പർ കണ്ടുപിടിക്കാനായിട്ട്. അവിടെ എൻ്റെ ഡ്രൈവർ അവിടെ അങ്ങനെ എൻ്റെ വണ്ടി വന്നു. വണ്ടിയുടെ പുറകിൽ പോയി നോക്കി നമ്പർ നോക്കി എടുക്കേണ്ട അവസ്ഥയാണ്. യാ സുജിത്, ഹായ്. നമ്പർ ഡിഫറെൻറ്റ് നമ്പർ? ഓക്കെ, യാ സെയിം യാ. ഓക്കെ, താങ്ക് യു. അടിപൊളി വണ്ടിയാണല്ലോ. 7522. പുള്ളിക്ക് ഞാൻ 7522 പറഞ്ഞ് മനസ്സിലായില്ല. ഓക്കെ, താങ്ക് യു. അടിപൊളി. ഇവിടെ ഞാൻ ഇച്ചിരി കഷ്ടപ്പെടും. നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ റൺവേയുടെ സൈഡിൽ കൂടെയാണ് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിയിൽ നിന്ന് ഒരു 15-16 കിലോമീറ്റർ മാറിയാണ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കടൽ തീരത്താണ് ഈ ഒരു സാന്റോ ഡൊമിംഗോ എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു തലസ്ഥാന നഗരം സ്ഥിതി ചെയ്യുന്നത്. കടൽ തീരത്തുള്ള നല്ല അടിപൊളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കിടിക്കാച്ചി രാജ്യമാണ്. ഇവരുടെ GDP കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്തെന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷൻ, ഒരു ഭാഗത്ത് കരീബിയൻ സീയും. അങ്ങനെയാണ് ഈ ഒരു രാജ്യം. വണ്ടികളൊക്കെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, റോഡിൻ്റെ വലതുവശത്തൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. നമ്മൾ ഇത്രയും ദിവസം മറ്റേ ബർമുഡയിലും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരുന്നു, ബഹാമസിലും ടാക്സ് ആൻഡ് കൈക്കോസിലും എല്ലാം. ഇപ്പോൾ ഇത് നമുക്കിപ്പം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, കണ്ടല്ലേ? നമ്മൾ താമസിക്കുന്ന ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓൾഡ് കൊളോണിയൽ ഏരിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ എത്തി ഗൈസ്. ഇതൊരു പഴയ സ്ഥലം കേട്ടോ. താങ്ക് യു. അയ്യോ, എൻ്റെ പറ്റി. ഐലൻഡ് ലൈഫ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണ് ഞാൻ താമസിക്കുന്നത്. ഈ സ്ഥലം എങ്ങനത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആൾക്കാരൊക്കെ എന്നെ ഒരുമാതിരി നോക്കുന്നു. ഇവിടെ അങ്ങനെ എന്നെ പോലെ ഉള്ള ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ വരവില്ലല്ലോ. ഇതൊരു പഴയ സ്ഥലമാണ്. അതായത് ഇവിടുത്തെ ഒരു കൊളോണിയൽ ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ പണ്ടത്തെ ആ ഒരു കൊളോണിയൽ സ്ഥലമാണ് ഈ കാണുന്നത്. വി ആർ സ്റ്റേയിങ് ഹിയർ ഇൻ ദിസ് ഐലൻഡ് ലൈഫ് ഹോസ്റ്റൽ. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണ്? ഡോർബെല്ലാണെന്ന് തോന്നുന്നു. ഡോർബെല്ല് ഞെക്കി കഴിഞ്ഞാൽ തുറക്കുമായിരിക്കും. അങ്ങനെ ആയിരിക്കും പരിപാടി. നോക്കട്ടെ. അതെ, അവിടെ തുറന്നു. ഹായ്. Yes. From booking.com. Sujil. Yep. Yes. Poco inglés. Okay. Is this a safe place to go around? Traductor. Okay. ഭാഷ അറിയില്ല ഗൈസ്, അതാണ് പ്രശ്നം. ബാറാണല്ലോ മുമ്പിൽ തന്നെ. ഭാഷ ഒരു പ്രശ്നമാണ്. Smoking Town. Yeah. Sí. Yes. Safe. Okay. Completamente seguro. Okay. Good. നല്ല സ്ഥലമാണല്ലോ, അടിപൊളിയാണല്ലോ. The breakfast. Restaurant. Okay. 7. Yes. I got it. Yeah. And 9. 7. Okay. And 9. Okay. Yes. Thank you so much. Okay. Yeah. The control. Uh-huh. The condition. Okay. My name is German. All good. Okay. Yeah, sure. Thank you. Okay. Thank you so much. ഇതാണ് എൻ്റെ മുറി. അടുത്ത 2 ദിവസത്തേക്ക്. ഈ ഒരു മുറി ഞാൻ ബുക്ക് ചെയ്തത് 2 ദിവസത്തേക്ക് $100, $104. അതാണ് ഈ റൂമിൻ്റെ റേറ്റ്. നമ്മുടെ നാട്ടിലെ പഴയ ലോഡ്ജ് മുറി ഇല്ലേ, ഏത് നമ്മൾ ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ അടുത്തും ബസ് സ്റ്റാൻഡൊക്കെ അടുത്ത് കിട്ടുന്ന ലോഡ്ജ് മുറി പോലത്തെ ഒരു മുറിയാണ്. വേറെ പറഞ്ഞ പോലെ എന്താ പറയുക, വലിയ ഹൈ എൻഡ് ലക്ഷറി സംഭവങ്ങളൊന്നും അല്ല. ഞാനൊരു വളരെ ബഡ്ജറ്റായിട്ടുള്ളൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. യെസ്. സോ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെന്താ, $100 യു ആർ ഗെറ്റിംഗ് ഓൾ ദീസ് തിങ്സ്. 2 ടവൽ വെച്ചിട്ടുണ്ട്. ഒരു ടവൽ ഈസ് ഗുഡ്,
ഒരു ടവലിന്റെ കളറൊക്കെ മാറിയിരിപ്പുണ്ട്. പൊന്നു, ഇത് ഹോസ്റ്റലാണ് ബേസിക്കലി, മനസ്സിലായില്ലേ? ഇവിടെ ഡോമിറ്ററീസ് ആണ്. ആ ഹോസ്റ്റലിൽ ഇവിടെ വളരെ ബഡ്ജറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അതായത് $20 ഇവിടെ റൂമല്ല ബെഡ് കിട്ടും, ബെഡ് സ്പേസ് കിട്ടും. അപ്പോൾ ആ $20 ഒക്കെ വളരെ ബഡ്ജറ്റായിട്ട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പല റേഞ്ചിന് റൂം കിട്ടും. സോ ഇത് നല്ലൊരു ലൊക്കേഷൻ ആയതുകൊണ്ടും ഹോസ്റ്റലാകുമ്പോഴത്തേക്കും നമുക്ക് കുറേ ആൾക്കാരും ട്രാവലേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് പ്ലഞ്ച് പൂള് കണ്ടോ, താഴെ ഒരു ചെറിയ പ്ലഞ്ച് പൂള് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ താഴെ ആൾക്കാർ, അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേക്കിനും എല്ലാവരും വരും. എന്നിട്ട് ഇവിടേക്ക് ഒരു ഹാപ്പനിങ് ഏരിയ ആയിരിക്കും. നല്ല ഒരു എന്താ പറയുക, ഒരു നമ്മൾ ഫോർട്ട് കൊച്ചി വൈബുള്ളൊരു സ്ഥലം. അതാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്. ഇനിയിപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് വി വിൽ ഗോ അറൗണ്ട്. യെസ്, അങ്ങനെ ഞാൻ റൂമിൽ വന്ന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തായാലും വി ഗോ ഔട്ട് സൈഡ്. ഇവിടെ നമുക്ക് വെള്ളമൊക്കെ ഉണ്ട്. ഹായ്, ഹലോ. ഹായ്. Sorry? Where are you from? I'm from India. India. Yeah. Where are you from? Brazil. Oh, okay. Cool. Wow, it's Yep. very far. Yeah, very far. Good. What part in India? South India. South India. Yeah, What Kerala. name? Kerala. Kerala. Yeah. Do you know Kerala? No, never been. Okay. Okay. ഒരു ബിയർ കഴിച്ചിട്ട് വാ. ചേട്ടനെ കമ്പനിയാക്കാം. Can you give me one Corona? Yes. Thank you. Do you have a lemon? Lemon? Okay. Yeah. ഈ സാധനം കണ്ടോ? ഇത് ഇവിടുത്തെ ലോക്കൽ ബിയർ ആണെന്ന് ഈ കാണുന്ന പ്രസിഡന്റ് എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്ന നാഷണൽ ബിയർ. ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇത് 1 ലിറ്റർ. എനിക്ക് ഇത് ബൊഹേമിയ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മറ്റൊരു ബിയർ. ഓ, അടിപൊളി. 100% നാച്ചുറൽസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ? കഴിച്ച് ഇവിടുത്തെ വേൾഡ് മാപ്പ് ഉണ്ട്. മേലൊരു സാധനം കണ്ടോ? ലണ്ടൻ, ന്യൂഡൽഹി, ടോക്കിയോ, ലോസ് ഏഞ്ചൽസ്. ഇതിൽ നമ്മുടെ ന്യൂഡൽഹി ഉണ്ട് ഗൈസ്. ഓ, പൊളിച്ച്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. എൻ്റെ ഹോസ്റ്റലിലെ ആ ചേട്ടനുണ്ടല്ലോ, ആ സ്പാനിഷ് ചേട്ടൻ ഭയങ്കര പാവം കേട്ടോ. ചേട്ടൻ അറിയാവുന്ന ഭാഷയിൽ ചേട്ടൻ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെ അങ്ങനെ ഇന്ത്യക്കാരെ അധികം വരാത്തതുകൊണ്ട് നമ്മളെ ഭയങ്കര വിലയാണ് എല്ലാവർക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ ആ ഒരു സ്പാനിഷ് അല്ല ആക്ച്വലി, ശരിക്കും ഇത് ഇവിടുത്തെ കൊളോണിയൽ ഏരിയ ആണ്. അതായത് കൊളോണിയൽ സോൺ എന്നാണ് ഇതിന് പറയുന്നത്. ശരിക്കും ഇതിനെപ്പറ്റി ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ന്യൂ സിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. കാരണം ഇത് ഇവിടുത്തെ ഓൾഡ് സിറ്റി ഏരിയ ആണ്, മനസ്സിലായില്ലേ? ഇത് ഇവിടുത്തെ ഓൾഡ് സിറ്റിയാണ്. ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കൊളംബസ് വന്ന സമയം മുതൽ ഉള്ള ഒരു സെറ്റിൽമെൻ്റ് ആണ്. അതായത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലെ ആദ്യത്തെ യൂറോപ്യൻ സെറ്റിൽമെൻ്റ് ആണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് അമേരിക്കയിലെ ഏറ്റവും പഴയതും ആദ്യത്തേതുമായിട്ടുള്ള യൂറോപ്യൻ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, കൊളംബസിനെ പറ്റിയും അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. അതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. സോ ഇന്നിപ്പോൾ ഞാൻ നമ്മളിവിടുത്തെ ഇതിൻ്റെ പുതിയ ഒരു സിറ്റി കാണണ്ടേ, നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. കാരണം ഞാനിന്ന് വീഡിയോ എടുക്കുന്ന ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ഇവിടുത്തെ പല സംഭവങ്ങളും തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും കയറി കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നാളെ കാണിക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ടോ ദുരന്തമോ ഡുവാർട്ടിയാനോ. അതായത് ഇവിടെ മൊത്തം സ്പാനിഷ് ഭാഷയാണ് കേസ്. ഇവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്, മനസ്സിലായോ? ഇവിടെ ഇപ്പോഴും മൊത്തത്തിൽ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. ഇതുണ്ടല്ലേ പഴയ ടൈലും പരിപാടികളൊക്കെ കണ്ടില്ല. ഞാനിവിടെ അടുത്ത് 3 Eyes നാഷണൽ പാർക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോകാനായിട്ട് ഒരു യൂബർ ബൈക്ക് ബുക്ക് ചെയ്തു. യൂബറിൻ്റെ ബൈക്ക് നമുക്ക് നോക്കാം. യൂബർ ബൈക്ക് എങ്ങനെ അവരുടെ നോക്കണം. 150 ഡൊമിനിക്കൻ പെസോ ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ. യെസ്, പിക്കപ്പ് ഇൻ 3 minutes. 3 minutesോ? അയ്യോ, ഇതൊരു ബജാജിൻ്റെ ഒരു ബജാജ് പ്ലാറ്റിന ബൈക്കാണ് കേസ് വരുന്നത്. ഇവിടെ ബജാജിൻ്റെ ബൈക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. നമ്മൾ ഇന്ത്യൻ ബജാജിൻ്റെ ബൈക്ക് ഇവിടെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലോ? ഓ മൈ ഗോഡ്, അത് കൊള്ളാലോ. ഹൗ ആർ യു? ദിസ് Indian bike, you know? Can I speak Spanish? I don't speak Spanish. I speak English. I'm tourist. So this bike, Bajaj, right? Bajaj. Yeah, Bajaj. Indian. India. Yeah. How are you? Good. Yeah. Okay. So we go. വന്ന ബൈക്കിൽ പോവാണ് ഗൈസ്. അടിപൊളിയല്ലേ? What? Nothing. ഇത് ഒസാമ റിവർ എന്ന് പറഞ്ഞൊരു റിവറാണേ. ആ റിവർ ക്രോസ് ചെയ്താണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ റിവറിൻ്റെ അപ്പുറത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ നദിയുടെ തീരത്താണ് ശരിക്കും ഇവരുടെ ഈ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്നത്. സാന്റോ ഡൊമിംഗോ എന്ന് പറയുന്നത്. ഈ നദി ഇവിടെ നമ്മുടെ കടലിൽ പോയി ചേരുന്ന നദിയാണ്. അവൻ എൻ്റെ യൂട്യൂബ് ചാനൽ കാണിക്കാൻ.
ഞാൻ യൂട്യൂബർ ആണെന്ന് അവന് മനസ്സിലായി. ടെക് ട്രാവൽ ഇട്ട് ഞാൻ അവനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചു. ദിസ് വൺ. യെസ് താങ്ക് യു. സോ എനിക്ക് ഇവിടുത്തെ ഒരു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്നുള്ള ഒരു സ്പാനിഷ് സംസാരിക്കുന്ന ഒരു സബ്സ്ക്രൈബറിനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പം പിന്നെ യൂട്യൂബിൻ്റെ മറ്റേ പുതിയ ഫീച്ചർ ഉണ്ടല്ലോ, ഭാഷയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനം, അതൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. പേടിച്ചേനെ കേസ്. ഇവിടുത്തെ ആൾക്കാരുടെ വണ്ടിയോടിയൊക്കെ കണക്കാട്ടോ. എൻ്റെ അമ്മ നോക്ക് എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നെനിക്ക് അടിപൊളി. പ്രോയാണ് പ്രോ. ഓവാൻ നമ്മുടെ നാട്ടിൽ പോലും നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുകയല്ല. ദൈവമേ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കിനും അവനെ കൂടെ ഹരം കൂടി എടുത്തോണ്ട് പോകുന്ന വഴിക്ക്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലമാണ് ഈ ഒരു സാന്റോ ഡൊമിംഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാന്റോ ഡൊമിംഗോയിൽ ആണ് ശരിക്കും ഈ രാജ്യത്തിൻ്റെ ഒരു പകുതിയോളം വരുന്ന പോപ്പുലേഷൻ താമസിക്കുന്നത് സാന്റോ ഡൊമിംഗോ ഇൻ ആൻഡ് അറൗണ്ട് പരിസരങ്ങളിലാണ്. അപ്പോൾ ഇവിടെയാണ് മൊത്തത്തിൽ ആൾക്കാരുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും പരിപാടികളൊക്കെയാണ്. എടുത്തുകൊണ്ട് പോകുന്ന പോക്ക് നോക്കിക്കോണേ. ബൈക്കിൽ കയറി ഉടനെ എന്നോട് കെട്ടിപ്പിടിച്ചിരിക്കാൻ പറഞ്ഞു. മുന്നോട്ട് കയറിയിരിക്കുക, കൈ അവൻ്റെ ദേഹത്ത് പിടിച്ചോന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഫുള്ള് എന്നെ കിട്ടിയതോടുകൂടി ഇവൻ ആർക്കൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ ഒരു വലിയ യൂട്യൂബറാണ്, അവൻ്റെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, അവൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നു, അങ്ങനെ പല സംഭവങ്ങളും ചെയ്തു. See you, bye. Close. ഓക്കെ, ഞാൻ വന്ന സ്ഥലം ക്ലോസ് ചെയ്തു ഗൈസ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ ആ ബൈക്കിൽ വന്ന സമയത്ത് ബൈക്കിൽ ചേർക്കാൻ എന്നോട് പറഞ്ഞു ഒറ്റയ്ക്ക് അവിടെ ഇവിടെ നടക്കരുത്, സേഫ് അല്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഇത് അടച്ചു, ഈ സ്ഥലം അടച്ചു. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. 3 Eyes എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഞാനൊന്ന് നടക്കാൻ നേരി അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കിനും അവിടെ നിന്ന് നേരത്തെ പറഞ്ഞു നടക്കരുത്, ഉബർ എടുത്തിട്ട് പോകുന്നു, നടക്കരുതെന്ന്. ഇത്ര സേഫ് അല്ല എന്നാണ് ഇവർ പറയുന്നത്, മനസ്സിലായില്ലേ? എന്തോ ചെയ്യാനാണെന്നിരിക്കുക. അപ്പോൾ ഞാനൊരു ഉബർ ബുക്ക് ചെയ്ത് അത് ഇവിടെ എവിടെയോ ഉണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് മൈ ഉബർ. Hola. 0268. എൻ്റെ മോഹൻ ഞാൻ തിരിച്ച് എൻ്റെ ഹോട്ടലിൻ്റെ ഏരിയ തന്നെ വന്നു. ഇവിടെ മൊത്തം എല്ലായിടത്തും പോലീസുകാരാണ് കേട്ടോ. കുറേ എണ്ണത്തിനൊക്കെ പൊക്കുന്ന കണ്ടായിരുന്നു അവിടെയൊക്കെ പിടിച്ചോണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി പോയ സ്ഥലം ഉണ്ടല്ലോ, ആ പോയ സ്ഥലം നല്ലൊരു സ്ഥലമായിരുന്നു. ഞാനത് നാളെ രാവിലെ എന്തെങ്കിലും പോകണം. ഇത് ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ എന്ത് സ്റ്റൈൽ കെട്ടിടങ്ങളാണ്. ശരിക്കും ഒരു യൂറോപ്യൻ സ്റ്റൈൽ സ്പാനിഷ് ആർക്കിടെക്ചറിലുള്ള, സ്പാനിഷ് ആർക്കിടെക്ചർ എന്നൊന്നും പറയാൻ പറ്റില്ല, സ്പാനിഷ് ഇൻഫ്ലുവൻസ് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. കാരണം ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് ഈ വാസ്കോ ഡ ഗാമ വന്ന സമയം മുതലുള്ള പല പരിപാടികളുണ്ടല്ലോ, അതിന് ശേഷമുള്ള പല സംഭവങ്ങളുണ്ട്. ദിസ് സീംസ് ടു ബി എ റെസ്റ്റോറൻറ്റ്, ഫാസ്റ്റ് ഫുഡും പരിപാടിയൊക്കെയാണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഒരു ഗ്രോസറി സ്റ്റോറിലൊന്ന് പോകണം. ദെൻ ഐ നീഡ് ടു ഹാവ് സം ഫുഡ്. ഇന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക്. സോ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. രാവിലെ ജോബിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ദോശ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ എല്ലായിടത്തും ഫാസ്റ്റ് ഫുഡും അങ്ങനത്തെ പരിപാടികളൊക്കെ ആണല്ലോ. നോക്കട്ടെ എന്താ പരിപാടി. ഇവിടെയൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ടൂറിസ്റ്റുകളൊന്നും താമസിക്കുന്ന ഏരിയയാണ്. ഇതെല്ലാം ഹോട്ടൽസൊക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെ ഒരു പോണ്ടിച്ചേരി വൈബൊക്കെ ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇല്ലേ? ഒരു ഫ്രഞ്ച് സ്പാനിഷ് കൾച്ചർ അങ്ങനത്തെ പരിപാടികൾ, ആ ഒരു പോണ്ടിച്ചേരി വൈബ് നമുക്ക് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്, സൂപ്പർ മാർക്കറ്റാണോ? അതിൻ്റെ പരിപാടി ലിക്കർ സ്റ്റോറ്, ഫുഡ്. ഇത് ചമ്മന്തിപ്പൊടിയാ? ചമ്മന്തിപ്പൊടി അല്ലല്ലോ, എന്തോ സാധനമാണ്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരുടെ സ്വീറ്റ്സ് ആണ്. ഇത് ഇവരുടെ ബേക്കറിയാണെന്ന് തോന്നുന്നു കേട്ടോ. ബേക്കറിയാണ്, ബേക്കറി വിത്ത് കള്ളും ലിക്കറും മുട്ടായും കിട്ടായും അങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാം കിട്ടുന്ന സാധനം. സൂനീർ വരെ ഉണ്ടല്ലോ. നല്ല പാട്ടാണ് എല്ലായിടത്തും. ദാരിദ്ര്യം നിറഞ്ഞ സ്ഥലമാണല്ലോ ഇവിടെ. എല്ലായിടത്തും വേസ്റ്റൊക്കെ ഇട്ട്. നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ ദേവാലയത്തിൻ്റെ ഒരു പഴയ ഒരു ഇതാണ് ഈ കാണുന്നത്, സാൻ ഫ്രാൻസിസ്കോ ദേവാലയം. അതിൻ്റെ പുറകിലൊരു വലിയ ഗ്രൗണ്ടും മറ്റൊക്കെ നമുക്ക് കാണാം. ഈ കാണുന്നുണ്ടല്ലോ സാൻ ഫ്രാൻസിസ്കോ മൊണാസ്ട്രി എന്ന് പറയുന്ന ഒരു പഴയ ഒരു ദേവാലയമായിരുന്നു. ആ ദേവാലയത്തിൻ്റെ അൾത്താര ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും ഇവിടുത്തെ സിവിൽ വാറിൽ തകർക്കപ്പെട്ടിരുന്നു. പിന്നീട് ഇപ്പോൾ അത് റീസ്റ്റോറേഷൻ വർക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പഴയ സാധനങ്ങളൊക്കെ പുതിയ പോലെ ആക്കുക, അല്ലെങ്കിൽ പഴയ പോലെ വീണ്ടും പുതുക്കി പണിയാന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ദേവാലയത്തിൻ്റെ മുമ്പിലെ ഒരു ഇടുങ്ങിയ തെരുവാണ് ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഓൾഡ് സിറ്റി സെറ്റപ്പാണ്. അതായത് നമ്മൾ പോണ്ടിച്ചേരി ടൗണിൽ പോകുന്ന പോലെയൊക്കെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഈ ഒരു സാന്റോ ഡൊമിംഗോയിലെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്
യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ആ ഒരു ചരിത്രം പറയണമല്ലോ, ആ ഒരു ചരിത്രം മനസ്സിലാക്കണമല്ലോ, അതിനുവേണ്ടി ഇത് റീസ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടെയുള്ള ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു സ്ഥലം കാണുന്നത്. അവിടെ എന്താ പാട്ടും പാളമൊക്കെ കേൾക്കാമല്ലോ, നൈസാണല്ലോ. ഒന്ന് നടന്നു നോക്കാം. ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് വിട്ട കരീബിയൻ ദ്വീപുകളായ ദ്വീപുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കിനും ഓരോ സ്ഥലത്തിൻ്റെയും ചാം ഇങ്ങനെ കുറഞ്ഞ് ദാരിദ്ര്യം കൂടി ക്രൈം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിന് തൊട്ടടുത്തുള്ള ഹൈത്തി എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. എൻ്റെ അമ്മോ ഒന്നും പറയണ്ട, ഹൈത്തിയെ പറ്റി ഞാൻ വായിച്ചപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. പട്ടിണിയും പ്രാരാബ്ദവും കാരണം, അതായത് ഇവിടത്തേനെക്കാട്ടി പോപ്പുലേഷൻ ഉണ്ട്, ഇതിൻ്റെ പകുതി മാത്രമുള്ള ഹൈത്തിയിൽ. അവിടുത്തെ പോപ്പുലേഷൻ കാരണം അവർ പട്ടിണിയും പ്രാരാബ്ദവും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി ചത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ. അയ്യോ കഷ്ടമാണ്. ഹൈത്തിനെ പറ്റിയൊക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഈ ഹൈത്തിയും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കൊക്കെ സ്വർണ്ണ ഖനികളുള്ള സ്ഥലമാണ്, അതായത് ധാരാളം ഗോൾഡ് മൈൻസ് ഉള്ള സ്ഥലമാണ്. അപ്പൊ പിന്നെ ഇതിന്റെ പുറകിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ, പ്രത്യേകിച്ച് ഹൈത്തിയിൽ അല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, എന്തോ ലോക്കൽ ഫെസ്റ്റിവൽ ആണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ പരിപാടിയാണല്ലോ, ബാറാണല്ലോ, ആൾക്കാരൊക്കെ ഇരുന്ന് അടിയാണല്ലോ ബാറിലിരുന്ന്. ഇവരുടെ റോഡിലിരുന്ന് അടി കേട്ടോ. ഇത് കൊള്ളാമല്ലേ, നല്ല വൈബ്. ഇവിടെ അടി, വെള്ളമടി, പബ്ലിക്കായിട്ടിരുന്ന്. ഇടയ്ക്ക് എന്തൊക്കെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇവർക്കാർക്ക് ഭാഷ അറിയാത്തതുകൊണ്ടൊന്നും ചോദിക്കാനും പറ്റുന്നില്ല. അടിയാണ് അടി. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താണോ അവിടെ നടക്കുന്നത് പോയി നോക്കിയിട്ടില്ല. ഇത് കൊള്ളാമല്ലേ, നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിരുന്ന് അവിടെ ആ ബാറിന് മുമ്പിൽ എല്ലാവരും കൂടെ പാട്ടും വെച്ചുകൊണ്ടിരുന്ന അടിയാണ്. എൻ്റെ പൊന്നു, ഇതെന്ത് വൈബാണ് ഇത്. ഞാനിവിടുത്തെ ഏതോ ഒരു പക്ക ലോക്കൽ സ്ഥലത്തേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ പോലീസിനെ വണ്ടി കിടപ്പുണ്ട്, അതാണ് എൻ്റെ ആകെയുള്ളൊരു ധൈര്യം. എല്ലായിടത്തും മറ്റേ സ്പാനിഷ് പാട്ടുകളാണ്, അങ്ങനെ രസമല്ല. ഇവരുടെ എന്തോ ഫെസ്റ്റിവലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും റണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പോലീസിൻ്റെ വണ്ടിയുണ്ട് ഇവിടെ. അവിടെ സാമ്പിളിങ് റോഡൊക്കെ അടച്ചു വെച്ചിട്ട് തന്നെ പരിപാടി. എല്ലാവരും ബാറിലാണല്ലോ, മൊത്തം പോലീസുകാരാണല്ലോ. പാട്ടൊക്കെ പാടി നിൽക്കുന്നതാണോ നോക്കി. ഇതെന്തുവാണ് ഇത്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് കൊള്ളാം. ഇനിയുമുണ്ടോ ഇതിലുപോലെ രസകരമായിട്ടുള്ള ആചാരങ്ങൾ എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതും വേറൊരു ബാറാട്ടോ. ഇവിടെ എല്ലാവരും അടിയോട് അടിയാണല്ലോ. പോലീസിന്റെ ട്രക്ക്, നമുക്കിനി ഉള്ളിലേക്ക് പോയി നോക്കാം. ഇവിടെ ഡീപ്പ് പോകും തോറും പോലീസുകാരുടെ കേന്ദ്രമാണല്ലോ. ഇവിടെ എന്നാ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ, അവിടെ മൊത്തം പോലീസുകാരാണ്. ഈ രാജ്യത്ത് ഇവിടെ മിക്സഡ് എത്നിസിറ്റി ഉള്ള ആൾക്കാരാണ് കൂടുതൽ, മനസ്സിലായില്ലേ. അതായത് ബ്രൗൺ സ്കിന്ന്, വൈറ്റ് സ്കിന്ന്, ബ്ലാക്ക് സ്കിന്നൊക്കെ ചേർന്ന് മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. എൻ്റെ പൊന്നെ, ഇത് ഭയങ്കര ക്രൗഡാണല്ലോ ഇവിടെ. ഇവരുടെ ഒരു ഫെസ്റ്റിവൽ നടക്കട്ടെ ഇവിടെ, അതാണ് സംഭവം, മനസ്സിലായോ. കുറച്ച് ആൾക്കാർ എല്ലാവരും ഇങ്ങനെ നിന്ന് ഷർട്ടും വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കണ്ടില്ലേ നോക്കി. പിള്ളേരും വലിയ ആൾക്കാരും, അതിനിടയ്ക്ക് ഫുഡും പരിപാടികളും അങ്ങനെ എന്തൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സ്പീക്ക് ഇംഗ്ലീഷ്? What is happening here? Any idea? No. Okay, thank you. അവർക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. സിഗാറൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ ഇവിടെ അടുത്തല്ലേ? ക്യൂബിൽ നിന്ന് വരുന്ന സാധനമായിരിക്കും. എന്നാലും ഇവിടെ എന്തുകൊണ്ട് നടക്കുന്നത്? ഇവിടെ എല്ലാം പച്ചക്കറിന് വെള്ളമടിയാ. ഓ മൈ ഗോഡ്, ഇത് എന്താ സംഭവിക്കുന്നത് ഇവിടെ? ഓ വലിയോടെ വലിയ കേട്ടോ എല്ലാവരും. അങ്ങനെ ഡാൻസ് തുടങ്ങി. ഇത് പൊളി. ഇതിവരുടെ കള്ളുപിടി പാർട്ടി കേട്ടോ. എല്ലാവരും കള്ളം കുടിച്ച് ഷർട്ട് വലിച്ച് നടക്കുന്ന കേട്ടോ. ഇങ്ങനെയൊക്കെ പാർട്ടി നടത്തുമോ? അത് പബ്ലിക്കായിട്ട് ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി എല്ലാവരും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ദൈവമേ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെന്തും ഇവിടെ സംഭവിക്കുന്നേ? അതിനിടയ്ക്ക് ഇവർ ഫുഡ് വെക്കുന്നുണ്ട്, ടച്ചിങ്സ് ആയിട്ട്, മനസ്സിലായില്ലേ? ടച്ചിങ്സ് ആയിട്ട് പല സ്ഥലത്ത് ഫുഡ്. ഇതൊക്കെ ലോക്കൽ ആളുകൾ തന്നെയാണ്. അതായത് നാട്ടുകാർ മൊത്തം കൂടി നിന്ന് പാർക്കിൽ വന്നിരുന്ന് കള്ള് പിടിച്ച് ഷർട്ട് വലിക്കുന്നുണ്ടിരിക്കുന്നു. അടിപൊളി. എല്ലാവരും സിഗാറാ വലിക്കുന്നത്, സിഗാർ. നല്ല പരിപാടി. എത്ര മനോഹരമായിട്ടുള്ള ആചാരങ്ങൾ. അവിടെ ഡപ്പാങ്കൂത്ത് പോലെ എന്തോ കൊട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇത് പോലീസാ ഈ പോകുന്ന ആള്.
പോലീസുകാരുണ്ട് അതിനിടയ്ക്ക് നിറച്ച്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ദരിദ്ര രാജ്യത്തിൻ്റെ ലുക്കാട്ടോ ഇവിടെ മൊത്തം. ഇത് സ്പാനിഷിൻ്റെ സംഭവങ്ങൾ ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിലും എന്നാലും ഇവിടുത്തെ ചരിത്രമൊക്കെ പറയാൻ കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഞാൻ പിന്നെ പറയാം ചരിത്രമൊക്കെ. നമുക്ക് ആദ്യം ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഞാനിവിടെ അടുത്തൊന്ന് പോയി നോക്കട്ടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. അങ്ങനല്ല, എനിക്ക് ആ നടുക്കത്തെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അതുപോലെ തിരക്കാണ് ഇവിടെ മൊത്തം. കച്ചവടക്കാരും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെയാണ് എല്ലാവരും. അവിടെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുന്നുണ്ട്, നിർത്തുന്നുണ്ട്, പിന്നെയും പാടുന്നുണ്ട്, നിർത്തുന്നുണ്ട്. ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി. അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ക്രൗഡ്. എനിക്കത് പറ്റുന്നില്ല. കാരണം ഇത് എങ്ങനത്തെ ആൾക്കാരാണ്, എന്താണ് അവർ ചെയ്യുന്നത്, എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ. എനിക്കിവിടെ ആണെങ്കിലും ഒരു ഇന്ത്യക്കാരനെ പോലും പരിചയമില്ല ഈ നാട്ടിൽ എനിക്ക്. അതുകൊണ്ട് എനിക്കധികം റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീപ്പ് പോകാത്തത്. മനസ്സിലായില്ലേ? കുഴപ്പമില്ല. എന്നാലും മിക്സ് ചെയ്ത് കള്ളൊക്കെ അടിച്ച് ഫുള്ളെല്ലാം കിണ്ടിയാണേ. മനസ്സിലായോ? പോലീസുണ്ട്, എന്നാലും നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. പബ്ലിക്കായിട്ട് പോലീസ് എസ്കോർട്ടോട് കൂടിയിരുന്ന് മദ്യപാൻ മനസ്സിലായില്ലേ? ബാറും സംഭവങ്ങളൊന്നും അല്ല. പബ്ലിക്കായിട്ട് പോലീസ് എസ്കോർട്ടോട് കൂടി നിന്ന് മദ്യപാൻ. എല്ലാവരും കൂടെ അർമാദിച്ച് പാട്ടൊക്കെ പാടി ரொம்ப സെറ്റപ്പ്. സ്പാനിഷ് സംസാരിക്കുന്ന ആൾക്കാരല്ലെങ്കിലും നല്ല വൈബുള്ള ആൾക്കാരാണ് മൊത്തത്തിൽ. ഈ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഇവിടെ ഒരു ചൈന ടൗൺ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ പണ്ട് കാലത്ത് മൈഗ്രേറ്റ് ചെയ്ത് വന്ന കുറച്ച് ഈസ്റ്റ് ഏഷ്യൻസും അതേപോലെ തന്നെ ചൈനീസ് ആൾക്കാരൊക്കെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചെറിയ കുഞ്ഞ് ഏരിയ ആണ് ഇവിടെ. ഹോങ്കോങ് റെസ്റ്റോറൻറ്റ്, ഹോങ്കോങ് സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് കണ്ടില്ലേ, കാന്റണീസ് റെസ്റ്റോറൻറ്റ്, ചൈനീസ് റെസ്റ്റോറൻറ്റ്, പിന്നെ ഇത് ഇവിടെ നമുക്ക് ചൈനീസ് റെസ്റ്റോറൻ്റ് ഒക്കെ കാണാം. വാവ്, കൊള്ളാലോ. ഇവിടെ അത്യാവശ്യം ചൈനക്കാരുണ്ട് കേട്ടോ. ഈ കാണുന്ന ഒരു ഏരിയ കംപ്ലീറ്റ് ചൈന ടൗൺ ഏരിയ ആണ്. കണ്ടില്ലേ നോക്കി? ഇതിൻ്റെ മേളിൽ മറ്റേ ചൈനീസ് ഹിസ്റ്ററിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ആൾക്കാരൊക്കെ ശരിക്കും കാണുമ്പോൾ പലരുടെയും ബിഹേവിയർ ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നു, പേടിയാവുന്നു. അതാണ് പ്രശ്നം. എനിക്ക് ആക്ച്വലി ഫോൺ കയ്യിൽ പുറത്ത് പിടിച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഭയമാവുന്നു. അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് ഫോണിൽ വീഡിയോ എടുക്കാത്തത്. മനസ്സിലായോ? എന്താണെന്നറിയില്ല, എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് എനിക്ക് ശരിക്കും സത്യം പറയാൻ നല്ല പേടിയായി ഇപ്പം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നൈസായിട്ട് കൂളായിട്ട് എടുക്കണ്ട. ഇതിപ്പോൾ ഞാൻ ഫോൺ രണ്ടും പോക്കറ്റിലിട്ടിട്ട്, ഇല്ല, ഒരെണ്ണം ബാഗിലിട്ട് ഒരെണ്ണം പോക്കറ്റിലിട്ടിട്ട് നടക്കുകയാണ്. എൻ്റെ അമ്മ, തുണിക്കൊക്കെ നല്ല വിലയാണല്ലോ. ഇല്ലില്ല കേട്ടോ, ഇത് ഇവിടുത്തെ ലോക്കൽ കറൻസിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവരും ഡോളേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചൈനീസ് ബോർഡുകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ എന്തൊക്കെയോ ചൈനീസ് ആധിപത്യമൊക്കെ ഇവിടെ ഉണ്ട്. സ്വർണ്ണക്കടയൊക്കെ ഉണ്ട്. ലരൂബ, റുഡൂക, ബുരുഡ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണോ? സ്ട്രീറ്റ് ഒന്നും ഒരു വൃത്തിയില്ല. മൊത്തത്തിൽ ഇങ്ങനെ ഒരു വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ. ഞാനിവിടുത്തെ ലുലു മോള് പോലെ, ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെ നല്ല വലിപ്പമുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി വന്നു. ഭയങ്കര വലിയ സൂപ്പർ മാർക്കറ്റായത്. അയ്യോ, എന്തോരം വലുതായത്. പക്ഷെ എൻ്റെ അമ്മേ, കൊള്ളാലോ. ജസ്റ്റ് നമ്മളെവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. പക്ഷെ അതിനുവേണ്ടി വന്നതാണ്. പച്ചക്കറിയൊക്കെ ഉണ്ട്, എല്ലാം അത്യാവശ്യം നല്ല വിലയുണ്ട്. നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടും. അവിടെ കിട്ടാത്തതായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ കിട്ടും. എല്ലാം അത്യാവശ്യം വലിയ എക്സ്പെൻസീവാണ് ഗൈസ്. ഫ്രൂട്ട്സ് ആണെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എല്ലാം മിക്കതും ഈ പറഞ്ഞ പോലെ ഒരു അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇത് കണ്ടോ നോക്കി, നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സാധനം നോക്കി. പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ്, എൻ്റെ പൊന്നോ, അത് കറക്റ്റ് അത് മാത്രം എടുത്ത് വെച്ചേക്കുന്നു. ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, കോക്ടെയിലോ ജ്യൂസോ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. 14 years? I used to go and come all the time. Okay, where are you from? The British Virgin Islands. British Virgin Islands, yeah. I'm going there after this. Oh, you're yeah. going there? Yeah, I'm going there too. Oh, okay. Yeah. Yeah, I'm from there. Really? Okay. Yeah, but So you like to be here rather than that? yeah, here is much more fun. Those small little islands with 30,000 people. Oh, yeah, that's true. Yeah. You know, as being a citizen of the British Virgin Islands, you get a British passport. I know that. Can you see that? It's written British passport and United Kingdom of Great Britain and Northern Ireland. Okay. Yeah, but we have one that says British passport. Okay. And it says the Virgin Islands. Yeah, Virgin Islands. It's not written here. No, I have one. I have another one. You have another one? We have two. We get two Oh, passports. that's nice. We get a passport from the local island. ഞാനവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനം വെച്ചോണ്ടിരിക്കാൻ നേരം ഒരാൾ വന്നിട്ട്, "Are you from Guyana?" ഞാൻ പറഞ്ഞു, "No, I'm not from Guyana." "Oh, the people from Guyana looks like you." ഞാൻ പറഞ്ഞു, "ഞാൻ ഇന്ത്യക്കാരനാണ്." അവരൊക്കെ സെയിം ആൾക്കാരെ, കാണാനൊക്കെ ഒരേപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിൽ നിന്നുള്ള ആളാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. സോ
അന്നേരത്തേക്കും ക്യാമറ മെമ്മറി തീർന്ന് ഓഫായിപ്പോയി ഗീസ്.